അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവിനും കനിവിനും 9 ദൃഷ്ടാന്തങ്ങൾ നൽകിയതിൽ 9ാമത്തെ ദൃഷ്ടാന്തം, അതാണ് നമ്മുടെ പഠന വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാഇ വൽ അർദി ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ. വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാഇ വൽ അർദ്, വാനത്തിനും ഭൂമിക്കും ഇടയിൽ, ബൈനസ്സമാഇ വൽ അർദ് ഉള്ള അസഹാബിൽ മുസഖർ, മുസഖറായ സഹാബ്, അതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്തു പറയുന്നത്. എന്താണ് ഈ അസഹാബ് അൽ മുസഖർ? ഉദ്ദേശം കീഴ്പ്പെടുത്തപ്പെട്ടതായ, നിയന്ത്രണ വിധേയമായ, അല്ലെങ്കിൽ കെട്ടിത്തൂക്കാതെ തൂണിലോ താങ്ങിലോ താങ്ങി നിർത്തപ്പെടാതെ ഉള്ള കാർമുഖിലുകളാണ്, കാർമേഘങ്ങൾ. സഹാബ് സഹബിൽ നിന്നാണ് വിൽപ്പന്നമായിട്ടുള്ളത്. സഹബ് വലിച്ചിഴക്കുന്നതിനെയാണ്, വലിച്ചു കൊണ്ടുവരുന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഖദറിൻ്റെ വിഷയത്തിൽ മുശ്രിക്കുകൾ തർക്കിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ച വചനമാണ് യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. മുഖം കുത്തിയവരായി നരകത്തീയിൽ അവർ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം, നരകത്തീ സ്പർശനം ആസ്വദിച്ചുകൊള്ളൂ എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യുന്ന ദിവസം. ഖദറിനെ നിഷേധിച്ചതിനാൽ ആ നിഷേധികൾക്കുള്ള ശിക്ഷയാണ് അള്ളാഹു ഇവിടെ തുടക്കത്തിൽ പറഞ്ഞത്. പിന്നെ അള്ളാഹു ഖദറിനെ സ്ഥിരീകരിച്ച് പറഞ്ഞു, ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, എല്ലാത്തിനെയും നാം ഖദർ പ്രകാരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഖദറിനെ സ്ഥിരീകരിച്ച് അള്ളാഹു പറഞ്ഞതാണ്. ഇവിടെ വിഷയം അള്ളാഹുവിൻ്റെ ആ പ്രയോഗം യൗമ യുസ്ഹബൂൻ, അവർ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം. യുസ്ഹബൂൻ എന്നാണ് വലിച്ചിഴക്കുക. സഹബിൽ നിന്നാണ് ആ ക്രിയയും വിൽപ്പന്നമായിട്ടുള്ളത്. ഇതുപോലെ വേറെയും വചനങ്ങൾ, ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂന ഫിൽ ഹമീം, കയ്യാമങ്ങളും ചങ്ങലകളും അവരുടെ കഴുത്തുകളിൽ ഉണ്ടായിരിക്കും, ഹമീമിൽ അവർ വലിച്ചിഴക്കപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. അവിടെയും യുസ്ഹബൂൻ. ഞാൻ ഈ വചനങ്ങളെ ഉദ്ധരിച്ചത് സഹബിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. വലിച്ചിഴക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് സഹാബ് വിൽപ്പന്നമായത്. കാറ്റ് കാർമേഘങ്ങളെ വലിക്കുന്നു, നയിക്കുന്നു. അതേപോലെ കാർമുഖിലുകൾ ജലം പേറുന്നു, അത് വഹിക്കുന്നു, നയിക്കുന്നു. ഇതിനാലൊക്കെയാണ് കാർമേഘങ്ങൾക്ക് അസഹാബ് എന്ന പേര് വന്നത്. കാർമുഖിലുകൾക്ക് വേറെയും പേരുകൾ വിശുദ്ധ വചനങ്ങളിൽ വന്നിട്ടുണ്ട്, തിരുമൊഴികളിലും വന്നിട്ടുണ്ട്. അവയുടെ ചില പ്രത്യേകതകളും സവിശേഷതകളും കാരണത്താൽ എന്താണ് കാർമുഖിലുകളിൽ ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തങ്ങൾ അതെങ്ങനെ എന്നത് ഈ തുടർച്ചയിൽ പഠിക്കുമ്പോൾ ആ പേരുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ചിലതൊക്കെ ഇവിടെ പഠിച്ചു പോകാം ബിഇദ്നില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സഹാബിൽ മുസഖർ, വിധേയമാക്കപ്പെട്ട, കീഴ്പ്പെടുത്തപ്പെട്ട, കൽപ്പനയ്ക്ക് വിധേയമായ നിലക്കുള്ള എന്നൊക്കെയാണ് അൽ മുസഖർ അർത്ഥമാക്കുന്നത്. കാർമേഘം അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയ്ക്ക് വിധേയമായി സഞ്ചരിക്കും. സ്വമേധയാ കാർമേഘം അള്ളാഹുവിൻ്റെ ശാസനയ്ക്ക് വിധേയമാണ്. കൽപ്പനയ്ക്ക് വിധേയമായതിൻ്റെ ഒരു ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു സംഭവം ഉദ്ധരിച്ചത്. മരുഭൂമിയിൽ ഒരു വ്യക്തി സഞ്ചരിക്കവേ സമിഅ സൗതൻ ഫി സഹാബത്തിൻ, കാർമേഘത്തിൽ ഒരു ശബ്ദം കേട്ടു എന്നാണ്. സഹാബത്ത് അഥവാ കാർമേഘം. എന്താ ശബ്ദം? ഇസ്ഖി ഹദീഖത ഫുലാനിൻ, ഇന്ന വ്യക്തിയുടെ തോട്ടത്തെ നനപ്പിക്കുക, കുടിപ്പിക്കുക എന്നാണ്. ഫതനഹ ദാലിക സഹാബ്, അതോടുകൂടി ആ സഹാബ് കാർമേഘം അതുള്ളയിടത്ത് നിന്ന് അല്പം മാറി. എന്നിട്ട് ഫഅഫ്റഗ മാഅഹു ഫി ഹറത്തിൻ, ഒരു ഹറയിൽ എന്ന് പറഞ്ഞാൽ കറുത്ത കല്ലുകൾ പാകപ്പെട്ട ഒരു സ്ഥലത്ത് ആ കാർമേഘം മഴ ചൊരിഞ്ഞു. ഫഇദാ ഷർജത്തും മിൻ തിൽക ശിറാജി ഖദ് ഇസ്തൗഅബത് ദാലികൽ മാഅ കുല്ലഹു ഫതതബ്ബഅൽ മാ, അതോടുകൂടി അവിടെ നിന്ന് ഒരു കിടങ്ങ് തീരുകയായി, അതിൽ ഈ വെള്ളം മുഴുവൻ നിറഞ്ഞു ഒലിക്കുകയും ഒഴുകുകയുമായി. അപ്പോഴാണ് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ തൻ്റെ കൈക്കോട്ട് കൊണ്ട് ആ വെള്ളം തിരിക്കുന്നു, തോട്ടം നനക്കുന്നു. അപ്പോഴാണ് ഇതിന് സാക്ഷിയായ ഈ അശരീരി കേട്ട വ്യക്തി ഈ തോട്ടം നനക്കുന്ന വ്യക്തിയോട് താങ്കളുടെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ച്, അപ്പോൾ പേര് പറഞ്ഞപ്പോൾ കാർമേഘത്തിൽ നിന്ന് കേട്ട അതേ പേരാണ്. അപ്പോൾ എന്തിനാണ് എൻ്റെ പേര് അങ്ങ് ചോദിച്ചതെന്ന് ഈ വെള്ളം
തിരിച്ചുവിടുന്ന വ്യക്തി ചോദിച്ചപ്പോൾ അപരൻ പറഞ്ഞത് ഇന്നി സമീഅതു സൗതൻ ഫിസ് സഹാബില്ലദീ ഹാദാ മാഉഹു, ഈ വെള്ളം ഏതൊരു കാർമുകിലിൽ നിന്നാണോ അതിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു. അതിൽ പറയുന്നത് ഇന്ന വ്യക്തിയുടെ തോട്ടത്തെ നനപ്പിക്കാനാണ്, നിങ്ങളുടെ പേര് പറഞ്ഞാണ് ആ ശബ്ദമുണ്ടായത്. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ വ്യക്തി ആരായുകയും തോട്ടം നനക്കുന്നവൻ അതിൻ്റെ വിഷയങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു എന്നാണ്. ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത് കാർമുകിൽ അതെന്തുകൊണ്ട് മുസഖർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി സഞ്ചരിച്ച് അള്ളാഹു കൽപ്പിക്കുന്നതിനനുസരിച്ച് മഴ ചൊരിയുന്ന പ്രകൃതമാണ് അതിനുള്ളത് എന്നതിനാലാണ് എന്ന് മനസ്സിലാക്കാനാണ്.